കർത്താവായ യേശു താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഓരോരുത്തരെയും വിടുവിച്ചത് വിവിധ രീതിയിലാണ്. പല രോഗികളെ സൗഖ്യമാക്കി, ജീവിതത്തിൻ്റെ പല തുറകളിലുള്ളവർ, പല പ്രശ്നങ്ങളുള്ളവരെ വിടുവിച്ചു. ഇന്നും യേശുവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. രോഗികളെ സൗഖ്യമാക്കുന്നു, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു, മദ്യപാനത്തിന് അടിമകളായിരുന്നവരെ കർത്താവ് വിടുവിക്കുന്നു. ഇന്ന് എന്നോടൊപ്പം സഹോദരൻ എബിയുണ്ട്. കോതമംഗലത്തെ സ്വർഗീയ വിരുന്നിൻ്റെ കൂട്ടായ്മയിൽ കൊയറിലും അതുപോലെ അവിടുത്തെ എല്ലാ ശുശ്രൂഷയിലും മുമ്പ് നിൽക്കുന്നു. ബ്രദർ ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ജോലി. ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്നു. ബ്രദർ മദ്യത്തിന് വലിയൊരു അടിമയായിട്ടാണ്. തീർച്ചയായിട്ടും മദ്യത്തിന് അടിമയായിരുന്നു. 2009 മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ വെച്ചൊരു മീറ്റിംഗ് നടന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ TV പ്രേക്ഷക മീറ്റിംഗ്. ആ മീറ്റിംഗ് ആരുടെ ഏത് ബാനറാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ പെങ്ങള് സ്കൂട്ടർ ആക്സിഡൻ്റ് ആയിട്ട് വീട്ടിൽ റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ TV-യിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ട് ഈ പ്രോഗ്രാം കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുകയുണ്ടായി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് സഹോദരി അറിയിച്ചു, ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് ചേട്ടാ, എന്നെ ഒന്ന് കൊണ്ടുപോകണം, കർത്താവിനെ സൗഖ്യമാക്കും. അപ്പോൾ സ്കൂട്ടർ ആക്സിഡൻ്റ് ആയിട്ട് മുട്ടിൻ്റെ ലിഗ്മെൻറ്റ് തകർന്നിട്ട് ഓപ്പറേഷനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം കാലിൻ്റെ നീര് കുറഞ്ഞിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് അനങ്ങാൻ വയ്യാതെ കട്ടിൽമേൽ കിടക്കുക. ഇല്ല, കട്ടിൽമേൽ കിടക്കുക. ജസ്റ്റ് ബാത്റൂമിൽ പോകുന്നതിന് മാത്രമായിട്ട് അവരുടെ ബെഡ് ഇതിനോട് ചേർത്തിട്ടേക്കുക. അപ്പോൾ അതിന് മാത്രമായിട്ട് മൂവ്മെൻ്റ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ കഴിയുന്ന സമയത്താണ് ഈ TV-യിൽ ഇങ്ങനെ പ്രോഗ്രാമിനെ കുറിച്ച് അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. അതിന് വരാൻ ആഗ്രഹിക്കുകയും എന്നെ വിളിച്ചു പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഇങ്ങനെ പെന്തിക്കോസ്ത് കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇങ്ങനെ കൈയടിച്ച് പാടുന്നതിനോടൊന്നും താല്പര്യമില്ലാത്തതിനാൽ ഞാൻ വിസമ്മതിക്കുക ചെയ്തപ്പോൾ പലപ്പോഴും അവരുടെ നിർബന്ധം കാരണം എനിക്കത് സമ്മതിക്കേണ്ടി വന്നു. അന്ന് മൂവാറ്റുപുഴ മീറ്റിങ്ങിൽ ഞാൻ ആ സഹോദരിയെ കാറിൽ എടുത്തു കൊണ്ടുവന്ന് അവിടെ. നിങ്ങൾ രണ്ടും തന്നെയാണ്? അല്ലല്ല, ഞങ്ങൾ കുടുംബമായിട്ട് വന്നു. ബ്രദറിൻ്റെ വൈഫും ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആരാധനയ്ക്ക് വന്നു. ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വാഹനം നിർത്തി കഴിഞ്ഞപ്പോൾ ഒത്തിരി സഹോദരങ്ങൾ സ്നേഹത്തോടെ കയറി വന്ന് എൻ്റെ സഹോദരിയെ എടുത്തു കൊണ്ടുപോയി അവിടെ ആക്കുകയും. പക്ഷേ എൻ്റെ അഭിമാനം ഒരിക്കലും സമ്മതിച്ചില്ല ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനും. അപ്പം ബ്രദറും മീറ്റിങ്ങിന് വന്നിരുന്നു? ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ അകത്ത് നടക്കുന്ന സംഭവം കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്ത്. എനിക്ക് വിശ്വാസമില്ല. പക്ഷേ മീറ്റിംഗ് നടന്നു. അന്ന് തോമസ് ഞാൻ ഓർക്കുന്നുണ്ട് ബ്രദർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നല്ല ആരാധന നടക്കുക. അപ്പോൾ കൈയടിച്ച ആൾക്കാർ പറയുന്നു. പക്ഷേ എനിക്ക് അരോചകത്താണ്. ഞാൻ ഏറ്റവും ബാക്കിൽ ഇത് കാണുവാൻ വേണ്ടി ശരിക്കും ഒരു നിരീക്ഷണ ബുദ്ധിയോടുകൂടി നോക്കി കാണുമായിരുന്നു. അപ്പോൾ ആരാധന നടക്കുമ്പോൾ ഒത്തിരി പേര് സൗഖ്യമാകുന്നു, അനേകം പേരുടെ മുഴകൾ മാറുന്നു, ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി സൗഖ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ സൗഖ്യങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ തോമസ് കുട്ടി ബ്രദർ പറയുണ്ടായി, ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിൽ മുട്ടിന് ആക്സിഡൻറ്റ് പറ്റിയിട്ട് വന്നൊരു സഹോദരി വന്നിട്ടുണ്ട്, കർത്താവ് സൗഖ്യമാക്കുമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതൊക്കെ പറഞ്ഞ് ഇത് മറ്റുള്ളവരുമായിട്ട് അന്വേഷിച്ച് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നവരുടെ കാര്യം നേരത്തെ അവിടെ അറിഞ്ഞേച്ച് പറയുന്നു. അതെ, അങ്ങനെ സാരമില്ല. എബി ബ്രദറിനെ പോലെ തന്നെ ചിന്തിച്ചൊരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, അനേകരിങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇതെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു സംശയബുദ്ധിയോടെ ഇതൊക്കെ എന്നതാണ് നടക്കുന്നത്, ശരിയാണോ എന്ന് പറയുന്ന ആരോ ഇന്ന് കേൾക്കുന്നുണ്ട്. അല്ലേ പിന്നെ എബി ബ്രദർ ഇപ്പോൾ ഇത് പറയത്തില്ലായിരുന്നു. നിശ്ചയമായിട്ടും ആരോ ഇത് കേൾക്കുന്നുണ്ട്. അപ്പം വളരെ ഒരു വിമർശന ബുദ്ധിയോടെയാണ് അവിടെ നിന്ന് ഇത് ശരിയാണോ എന്നും. ശരിയായിട്ടും. പക്ഷേ എന്തായാലും ഭയങ്കര ആരാധന, ഭയങ്കര സൗണ്ട്, ബഹളം. എന്തായാലും എനിക്ക് ഇറിറ്റേഷൻ ആയിരുന്നു. പക്ഷേ ഈ സൗണ്ടിൻ്റെ ഇടയ്ക്ക് എനിക്ക് വ്യക്തിപരമായി ഒരു ശബ്ദം എനിക്ക് കേൾക്കാം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. ശബ്ദം കേൾക്കാന്ന് പറഞ്ഞാൽ ഉള്ളിൽ എനിക്ക് അന്നേരം മദ്യപിച്ചാണോ വന്നത്? ഞാൻ മദ്യത്തിൻ്റെ ഹാങ് ഓവർ ഉണ്ട്. തലേദിവസമൊക്കെ എനിക്ക് മദ്യപാനത്തിലായിരുന്നു. പക്ഷേ അന്ന് ആ സമയത്ത് മദ്യപാനത്തിൽ, കാരണം ഞാൻ പെങ്ങളെ ആക്കിയിട്ട് ഡ്യൂട്ടിക്ക് പോകാനുള്ള ഇതിലാണ് തയ്യാറല്ല വന്നത്. ഞാൻ KCB-യിൽ ജോലി. ഞാൻ വാഴക്കുളത്താണ് ജോലി ചെയ്യുന്നത്, തൊടുപുഴ വാഴക്കുളം. അപ്പോൾ സഹോദരൻ ആ മൂവാറ്റുപുഴ ആക്കിയിട്ട് ഞാൻ ആ വഴി പോകാനായിട്ടായിരുന്നു. പക്ഷേ എന്തായാലും എന്തോ എന്നെ അവിടെ നിൽക്കാനായിട്ട് പ്രേരിപ്പിച്ചു. ഞാൻ എന്തായാലും അതിൻ്റെ സമയത്ത് ഈ ശബ്ദത്തിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ശബ്ദം കേൾക്കുക. പക്ഷേ അതെനിക്ക് തോന്നലായെന്ന എൻ്റെ ഇത്. പക്ഷേ ഞാൻ സൺഡേ സ്കൂളിൽ എവിടെയോ പഠിച്ച ഒരു വാക്ക്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. അങ്ങനെയെങ്കിൽ എൻ്റെ സഹോദരൻ സൗഖ്യമാക്ക്, ഞാൻ നിന്നെ വിശ്വസിക്കാം എന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾ അടുത്തടുത്തല്ല? അല്ലല്ല, സഹോദരി അപ്പുറ സൈഡിൽ, ഞാൻ ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്. കുറേ കഴിഞ്ഞ് ഞാൻ കണ്ണടച്ച് നിൽക്കുക. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ബ്രദർ ചോദിക്കുന്നുണ്ട്, അവിടെ എന്താ സംഭവിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ പറഞ്ഞേ? ആ സഹോദരിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു, ഇപ്പൊ സൗഖ്യമായതാണോ?
തുള്ളിച്ചാടിയാടിപ്പാ യേശുവേ വരൂ ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങനെ സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ സഹോദരി എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ബെൽറ്റ് അഴിക്കണേന്ന് പറഞ്ഞു. ബെൽറ്റ് അഴിക്കണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയെ ഫുൾ ലെങ്ത്തിൽ അന്ന് പെങ്ങൾ തന്നെ നിന്ന് ബെൽറ്റ് അഴിക്കുക. അതെ അതെ, ആരും ബെൽറ്റ് അഴിക്കാൻ അല്ല എടുത്തുകൊണ്ട് വന്ന പെങ്ങള് അവിടെ നിന്നുകൊണ്ട് ബെൽറ്റ് അഴിക്കുക. അപ്പോൾ എൻ്റെ വൈഫ് അതിന് കൂടെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ബെൽറ്റ് അഴിക്കുന്നതാ. കരമുയർത്തി വീശി പെട്ടെന്ന് ഇത് ഞാൻ കാണുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിന് തന്നെ എന്തോ ഒരു അവസ്ഥ. ഞാൻ പെട്ടെന്ന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയത്തില്ല. എൻ്റെ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ബെൽറ്റ് അഴിക്കുന്നതാ. കരമുയർത്തി വീശി എന്തോ സിസ്റ്ററായി സംഭവിക്കുന്നത്? ഡോക്ടർ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഇന്ന് ഞാൻ ആങ്ങളെക്കാട്ടും കൂടി ഒന്നിച്ചാണ് വന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ബെൽറ്റ് ഇല്ലാണ്ട് നടക്കുക പോലും ചെയ്യരുത്, കാരണം ലിഗമെന്റിന്റെ ഇത് പ്രശ്നം വന്നേക്കുന്ന. പിന്നെ എന്തിനാ ഇപ്പം ബെൽറ്റ് ഊരി നടന്ന്? ഇവിടെ എനിക്കത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു സൗഖ്യത്തിന്റെ ഒരു അനുഭവം കിട്ടി. അതെങ്ങനെ അനുഭവം കിട്ടി? കാരണം എനിക്ക് മോനെ എടുത്ത് കുറച്ച് നേരം പോലും നടക്കാൻ പറ്റില്ലായിരുന്നു. നടന്നെ അപ്പം എനിക്ക് കാല് ഭയങ്കരമായിട്ടും വേദന വരുമായിരുന്നു. ആ മുട്ടിൻ്റെ അവിടെയായിട്ട് കാലിങ്ങനെ നമുക്ക് ബലം കിട്ടില്ലാത്ത അവസ്ഥ. പക്ഷേ ഇപ്പോൾ 1 മണിക്കൂർ ചെല്ലാനും ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്ത് തോളത്തിട്ടുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പാട്ട് പാടുമ്പോഴൊക്കെ കാല് ചവിട്ടി ചവിട്ടി താളം പിടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എനിക്കൊരു വേദനയൊന്നും തോന്നിയില്ല. എനിക്ക് നല്ലൊരു കാലിനൊരു ബലം പോലെ തോന്നി. ദൈവം എന്നെ തൊട്ട് സൗഖ്യമാക്കി. വേദനയില്ല, സ്തോത്രം ഇല്ല. ഒന്നൊന്ന് കാലൊക്കെ ഇങ്ങനെ മടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു എൻ്റെ മുട്ടിന്. കാരണം വെച്ചാൽ ഈ മടക്കാൻ ഇത് വിട്ട് ഇങ്ങനെ മടക്കാൻ പാടില്ലായിരുന്നു, അത്രയ്ക്കും വേദനയായിരുന്നു. അനേകം മക്കളുടെ മുമ്പിൽ ഇങ്ങനെ വലിയൊരു സാക്ഷിയായി മാറാനാണ് എൻ്റെ ദൈവം എനിക്ക് ഇന്നൊരു പൂർണ്ണ സൗഖ്യം വിട്ട് ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നത്. സ്തോത്രം. പെട്ടെന്ന് എൻ്റെ അവസ്ഥകൾ മാറാൻ തുടങ്ങി. അപ്പോൾ തന്നെ ബ്രദർ സ്റ്റേജിലേക്ക് കയറ്റി സഹോദരി സാക്ഷ്യം അവിടെ വെച്ച് എല്ലാവരും ഇളകി മറിയുന്നു, കൈയടിക്കുന്നു. സഹോദരി അനങ്ങാൻ വയ്യാതെ കാല് വെച്ചിട്ടുണ്ട്. സഹോദരൻ്റെ വൈഫും കൂടെ ആണ് സ്റ്റേജിൽ കയറി വന്നത്. 1 മാസമായിട്ട് നടക്കാൻ വയ്യായിരുന്നു. വണ്ടിയിൽ നിന്ന് വീണ് ലിഗമെന്റിൽ തകരാറായിട്ട് ഇരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരും വളരെ ഭാരമായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മുടന്തന്മാരുടെ പാട്ട് പാടിയില്ലേ ബ്രദർ, അപ്പോൾ ഞാൻ സഹോദരിയുടെ നേരെ നോക്കി. അപ്പോൾ കാലിങ്ങനെ കാണിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് സഹോദരിയുടെ കൈ കയറി പിടിച്ചപ്പോൾ സഹോദരി പറഞ്ഞു എനിക്ക് സൗഖ്യമായി അനു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമുക്ക് കർത്താവിന് മുമ്പിൽ സാക്ഷ്യം പറയാമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അവർക്ക് 4 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ആ സ്റ്റേജിൽ കൂടെ ഓടി നടക്കുക പെങ്ങക്ക്. അവൾ ആ കുട്ടിയെ എടുത്തുകൊണ്ട് അവിടെ ആ കാലിൽ നിന്ന് തുള്ളിച്ചാടുന്നുണ്ട്. ആ ഒരു മാറ്റം എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിക്കളഞ്ഞു. ഇങ്ങനെയൊരു ദൈവം ഉണ്ടെന്നുള്ളതും ഇങ്ങനെയൊരു സത്യമാണെന്നുള്ളതും എൻ്റെ ശരിക്കും മദ്യപാനത്തിന് അടിമയായിരുന്നു. എനിക്ക് ഒരിക്കലും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ലോക സുഖത്തിലും ലോകത്തിൻ്റെ മോഹങ്ങൾ ഓടി നടന്ന് എനിക്ക് ഒരിക്കലും ഇതൊന്നും ഒരു വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ നടന്നു. ഞാനൊന്ന് തിരികെ ഭവനത്തിൽ ചെല്ലുമ്പോൾ വൈകിട്ട് ഉച്ച കഴിഞ്ഞ സെക്ഷനിലേക്ക് വരാനായിട്ട് ഭവനത്തിൽ ചെല്ലുമ്പോൾ നല്ല വിശപ്പുണ്ട്, പക്ഷേ ആഹാരം പോലും എനിക്ക് ഇറങ്ങുന്നില്ല. പക്ഷേ അതോടെ പൂർണ്ണ സൗഖ്യം. ഒരു ട്രീറ്റ്മെൻറ്റ് വന്നില്ല, ഒരു ഓപ്പറേഷൻ വന്നില്ല. ഇന്നും ആ കാല് ആദ്യത്തെ കാല് ഏറ്റവും പെർഫെക്റ്റ് ആണ്. ഇന്ന് അവള് ഞാൻ നിന്റെ കാലുകളെ മാൻപേട കാലിന് തുല്യമാക്കുമെന്ന് പറഞ്ഞ കർത്താവ് അത്ഭുതമാണ് സഹോദരിക്ക് വേണ്ടി ചെയ്തത്. ഇതുപോലെ എൻ്റെ വൈഫിനും ഒരു വിടുതൽ നടന്നു. എനിക്ക് 3 കുട്ടികളാണെന്ന് പറഞ്ഞല്ലോ. മൂന്നാമത്തെ കുട്ടി ഡെലിവറിക്ക് ശേഷം സഹോദരിക്ക് യൂറിൻ കൺട്രോൾ അല്ലായിരുന്നു. എറണാകുളം രാജേന്ദ്ര മൈതാന സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു മീറ്റിങ്ങിൽ എൻ്റെ സഹോദരിക്ക് ഒരു സൗഖ്യമുണ്ടായി. അത് യൂറിൻ കൺട്രോൾ അല്ലായിരുന്നു. 3ാമത്തെ ഡെലിവറിക്ക് ശേഷം യൂറിൻ കൺട്രോൾ അല്ല, ഭാരപ്പെട്ട എടുക്കാൻ പാടില്ല, ജസ്റ്റ് ഭാരപ്പെട്ട ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ കൺട്രോൾ ഇല്ലാതെ പോകും, യൂറിൻ പോകും, പാസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ആരും തന്നെ അറിയിച്ചിരുന്നില്ല, ഡോക്ടറെ കണ്ടില്ല. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് മീറ്റിങ്ങിന് വരുന്നത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് കൊടുക്കുക. കാരണം സഹോദരിയുടെ സൗഖ്യം ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം കർത്താവ് സൗഖ്യമാക്കുമോ. ഞങ്ങൾ അവിടെ വെച്ച് സഹോദരി തുള്ളി ആരാധിച്ചു, നല്ല ആരാധന സമയത്ത് തുള്ളി ആരാധിച്ചു. പക്ഷേ അപ്പോഴാണ് സഹോദരിക്ക് മനസ്സിലായ ഇങ്ങനൊരു അസുഖം
ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇല്ല എന്നുള്ളത് മനസ്സിലായത്. അവിടെ ആ മീറ്റിങ്ങിൽ വെച്ച് സൗഖ്യമായി. മീറ്റിംഗ് വരുന്നവരെ ഈ പ്രയാസമുണ്ട്. അവിടെ ബസ്സിൽ ഇറങ്ങുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഈ പ്രയാസം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് സഹോദരി പറയുകയും ചെയ്തു മീറ്റിങ്ങിന്റെ മധ്യത്തിൽ സൗഖ്യമായി. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു, ബ്രദർ അന്ന് സഹോദരി ലജ്ജ കൂടാതെ ഈ സാക്ഷ്യം പറഞ്ഞു. അവിടെ അത്രയും പേരുടെ മധ്യത്തിൽ വെച്ച് ഈ സാക്ഷ്യം പറയുമ്പോൾ ബ്രദർ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു. ഈ സാക്ഷ്യം ഇത്ര പേരുടെ മുമ്പിൽ സഹോദരി പറഞ്ഞപ്പോൾ സഹോദരിയെ ലോക രാജ്യങ്ങളിൽ എൻ്റെ കർത്താവ് മാനിക്കുന്നു പറഞ്ഞു. അത് ഞങ്ങൾ അന്ന് മുതൽ ഒരു ദേവദാസൻ പറയുന്ന വാക്ക് അത് വിശ്വാസത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കും. കാരണം ഞങ്ങളുടെ മുമ്പിൽ കണ്ട അത്ഭുതം ഇത് തട്ടിപ്പല്ല വെട്ടിപ്പല്ല ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. കാരണം തൊട്ടറിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കർത്താവിൻ്റെ ഈ സാക്ഷ്യം ഞങ്ങളത് ഏറ്റെടുത്തു. അത് ഞങ്ങൾ അത് വെച്ച് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് എൻ്റെ സഹോദരി ജീവിതപങ്കാളി UK ഇന്ന് എനിക്കറിയാം. UK നമ്മുടെ ശുശ്രൂഷകളിൽ മുമ്പിൽ തന്നെ എബി ബ്രദറിൻ്റെ വൈഫുണ്ട്. മാത്രമല്ല എബി ബ്രദർ ഈ സാക്ഷ്യം പറഞ്ഞിട്ട് ചില മണിക്കൂറുകൾക്കകം അല്ലെ ദിവസങ്ങൾക്കകം UK പോവുക അല്ലേ? ഞാനും ഈ വരുന്ന 7-ാം തീയതി UK വൈഫിൻ്റെ കൂടെ ജോയിൻ ചെയ്യുക. കർത്താവ് വലിയ കാര്യങ്ങൾ അത്ഭുതത്തിൽ ഞാൻ വിശ്വസിക്കുക. കർത്താവ് ദിവനം പ്രതി അത്ഭുതത്തിൽ. അപ്പം വൈഫിനും ഇപ്പം പിന്നീട് പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. ഇന്ന് സന്തോഷമായ കുടുംബജീവിതമാണ്. സഹോദരൻ്റെ മദ്യപാനത്തെക്കുറിച്ച് അത് എങ്ങനെ മാറിപ്പോയെന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ഘടകമായിരുന്നു എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പെങ്ങൾക്ക് സൗഖ്യത്തിന് ശേഷം അന്ന് വൈകിട്ടത്തെ സെക്ഷൻ മീറ്റിംഗ് ഞങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നിന്ന് തോമസ് കുട്ടി ബ്രദർ ഇങ്ങനെ പറഞ്ഞു, മദ്യപാനത്താൽ തകർന്ന കുറേ വ്യക്തി ജീവിതങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ വിടുവിക്കുക എന്ന് വിളിച്ചു പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ് മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്നവർ മുൻപോട്ട് കടന്നു വരാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു എന്നാ പറയണം, മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതൊക്കെ ഇവർ ചെയ്യുന്ന ഒരു പരിപാടി അന്നേരം ഞാൻ ചിന്തിക്കുക. കാരണം ഇതിന് മുന്നേ സൗഖ്യമായിട്ട് ഞാൻ അത്ര അങ്ങ് വിട്ടുകൊടുത്തില്ല. പക്ഷേ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ കുറേ കള്ളുകൂടിയന്മാർ മദ്യപാനികളെ മുന്നോട്ട് കയറി ചെന്നു. തോമസ് കുട്ടി ബ്രദർ വിളിക്കുന്ന സമയത്ത് അവർ വന്നിട്ടും തോമസ് കുട്ടി ബ്രദർ കൈവയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ നിൽക്കുമ്പോൾ തോമസ് കുട്ടി ബ്രദർ രണ്ടാമതും വിളിക്കുക. ആ വ്യക്തി നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇപ്പോൾ നിൽക്കുക, കടന്നു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറയാം. അപ്പോൾ ഞാനിങ്ങനെ ബാക്കിൽ രാവിലെ നിന്ന് അതേ ലെയറിൽ തന്നെ മൂന്നാമതാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ രാവിലെ സംസാരിച്ച അതേ ശബ്ദം തന്നെ വീണ്ടും പറയുക, നിന്നോട് തന്നെയാണ്, നിനക്ക് കടന്നു തന്നാൽ വിടുതല. ഞാൻ പക്ഷേ അത് എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിക്കുന്നു. എബിബ്രദറിന്റെ ഹൃദയത്തിലിപ്പം നിന്നോട് തന്നെ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കാണും. ഞാൻ ശരിക്കും വ്യക്തിപരമായ ഒരു ശബ്ദത്തെ ഞാൻ കേൾക്കുക. ഇവിടെ വാസ്തവത്തിൽ നമ്മൾ ഒരു TV പ്രോഗ്രാം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ പുള്ളിയുടെ പ്രസംഗം കൊള്ളാം, നല്ല പോയിൻ്റ് ആയിരിക്കും എന്ന് പറയല്ല. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പറയുന്നത് ഒന്ന് ഏറ്റെടുത്താൽ, ഇന്ന് ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്, നിന്നോടാ. അത് വെറുതെ അല്ല അകത്ത് കേൾക്കുന്ന ആ ശബ്ദത്തിന് കീഴ്പ്പെട്ടാൽ അത്ഭുതം ആ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. ഈ ശബ്ദം കേട്ടിട്ട് ഞാൻ നിൽക്കുന്ന പ്ലേസിൽ തന്നെ നിൽക്കുക, മുന്നോട്ട് പോകാൻ തീരുമാനിച്ചില്ല. പക്ഷേ ബ്രദർ പറയുക ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സഭ ഒന്നടങ്കം അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു ഒരു വ്യക്തി എടുത്തെടുത്ത് പറയണേ അത്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്കും എൻ്റെ പെങ്ങൾക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ബന്ധുക്കാർക്കൊക്കെ അറിയാം ഞാനാന്ന്. സഭയിൽ ഞാൻ 1-2 പ്രാവശ്യം ഇവിടെ പോയതുകൊണ്ട് ഇവർക്കും അറിയാം എന്നെ തന്നെ, ഒരു മദ്യപാനി വിളിക്കുന്ന എന്നെ തന്നെയാണ് എല്ലാവരും നിരീക്കും. പക്ഷേ എന്തോ എനിക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ബ്രദർ പറഞ്ഞനുസരിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തോ ഒരു ശക്തി എൻ്റെ ശരീരത്തേക്ക് വരിക. ആ ശക്തി വന്ന് ഇപ്പോൾ ഞാൻ ഇങ്ങനെ മൂന്നാമത് നിൽക്കുന്നത്, എനിക്ക് പിന്നെ നിൽക്കാൻ സാധിച്ചില്ല. ഞാൻ മുന്നോട്ട് എങ്ങനെ നടന്നു പോയെന്നറിയാം. ഞാൻ അവിടെ നിന്ന് മുതൽ ഒരു 50 മീറ്ററോളം ആ ദൂരം ഞാൻ എങ്ങനെ കവർ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വന്ന് നിൽക്കുമ്പോൾ പിന്നെ ഓടി വരുമല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒഴുകി വരുമായിരുന്നു. എന്തായാലും ഞാൻ അവിടെ വന്ന് നിൽക്കുമ്പോൾ പിന്നെ ബ്രദർ ആരും വിളിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ തലയിൽ കൈവച്ചു. എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് അഴിഞ്ഞു പോകുന്ന ഒരു വലിയൊരു ഫീലിങ്സ്. പ്രിയപ്പെട്ടവരെ, മദ്യപാനം എന്ന് പറയുന്ന ഒരു പൈശാചിക ശക്തിയാണ് അല്ലേ? ഒരിക്കലും ഞാൻ മദ്യത്തിന് അടിച്ചാൽ രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന. കാരണം എന്നെ ജീവിതത്തിൽ ചോദിക്കാനോ പറയാനോ ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. രാവിലെ 5-ന് മദ്യപാനം 5 മണിക്ക്. കാരണം അറിയാം, എനിക്ക് രാവിലെ മദ്യപാനം കഴിച്ചില്ലെങ്കിൽ എൻ്റെ കൈ ഇങ്ങനെ വിറക്കായിരുന്നു. ആ ലെവലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മദ്യപിക്കുമ്പോൾ ഓർത്തോണം, ഇത് ഒരു വ്യക്തിയുടെ സ്വഭാവമല്ല, ഒരു ദുഷ്ടശക്തി, ഒരു ദുരാത്മാവ് കുടിയിരിക്കുക. ബ്രദറെ, ഞാൻ ഈ മദ്യപാനത്തിന് അടിമയെന്ന് പറയുമ്പോൾ
ഒരിക്കലും ഞാൻ ഇപ്പോഴും പറയാം, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതോട് ഞാൻ പറയാം, ഒരിക്കലും പറയാം അവൻ്റെ തടിമല്ല. ഞാൻ ഒരിക്കലും അവൻ്റെ തടിമല്ല, ഇത് ഈ മദ്യം കഴിക്കുന്നത് അവൻ്റെ തടിമല്ല, ഇതൊക്കെ അവന് നിർത്താൻ പാടില്ല എന്നൊക്കെ ഒരിക്കലും ആൾക്കാർ പറയും. നിങ്ങളുടെ ആ ഭാഷ എനിക്ക് പിടികിട്ടില്ല. ഞങ്ങൾ കോട്ടയംകാർ അവൻ്റെ കയ്യിലിരിപ്പാന്ന്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയും. ഞാനും എബി ബ്രദർ പറയുന്നതോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. മദ്യപിക്കുന്നവരോട് ഇവനങ്ങ് നിർത്തിയാൽ പോരെ, ഇവൻ്റെ കയ്യിലിരിപ്പാന്ന് പറയുന്ന അയാൾ വാസ്തവത്തിൽ ഒരു സഹതാപം അർപ്പിക്കുന്ന വ്യക്തി അല്ലേ. നിർത്തണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മദ്യപാനിയില്ല. പക്ഷേ കർത്താവിൻ്റെ ശക്തിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ചുരുക്കി പറഞ്ഞതൊരു പൈശാചി ബന്ധനം തീർച്ചയായിട്ടും അല്ലേ. പിശാച് കയറിയിരിക്കുക, അതൊരാളുടെ സ്വഭാവമല്ല. ദുഷ്ടപിശാച് ആ വ്യക്തിയെ ബന്ധിച്ചിരിക്കുക. നമുക്ക് കാണാമല്ലെന്നേ ഉള്ളൊരു ദുരാത്മാവ്. നമ്മുടെ ആത്മകണ്ണ് തുറക്കുകയാണെങ്കിൽ മദ്യപാനിയെ ഒരു ദുഷ്ടപിശാച് ഇങ്ങനെ പിടിച്ച് ഗ്ലാസ് എടുത്ത് കുടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, അങ്ങനെ ഉണ്ട്. ആ ദുരാത്മാവ് കീഴടങ്ങുന്ന ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമത്തിൽ. അന്ന് എബി ബ്രദർ അവിടെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ എബി ബ്രദറിൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശക്തി അഴിഞ്ഞു പോകുന്ന അറിഞ്ഞു. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്നും അഴിഞ്ഞു പോകുന്നു. എനിക്ക് എൻ്റെ ശരീരത്തിൽ തൊല്ലും ഭാരം, ഒട്ടും ഭാരം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ശരീരം വരുന്നത് എനിക്കറിയാം. കാരണം അറിയാമോ, അത്രയും ഒരു സ്വാതന്ത്ര്യം ഞാൻ അനുഭവിച്ചിട്ടില്ല. അന്ന് ഞാൻ ഏറ്റവും വലിയ സാക്ഷി എന്ന് പറഞ്ഞാൽ അതല്ല ബ്രദറെ, ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ശരിക്കും ഉറങ്ങാറില്ല. മദ്യപാനം ആസക്തി എന്നിൽ വന്നത്, എൻ്റെ ഒരു കൂട്ടുകാരനെ പോലെ എന്നിലേക്ക് വന്നത് എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഞാൻ ഉറങ്ങാതെ പല രാത്രികളും കിടന്നിട്ട്, അതിൽ രസകരമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഭാര്യ വരെ, അവക്കടെ ഉറക്കം കണ്ടിട്ട് എൻ്റെ ഭാര്യ വരെ എൻ്റെ കട്ടിലിൽ നിന്ന് തൊഴിച്ച് താഴ്ചടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വേറെ ഒന്നും അസൂയ. കാരണം അവൾ കിടന്ന് കൂർക്കം വലിക്കുമ്പോൾ എനിക്ക് ഒരു നേരം ഉറങ്ങാത്തവൻ്റെ അവസ്ഥ ഉറങ്ങാത്തവനോട് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഞാൻ അങ്ങനെ ഞാൻ മദ്യത്തിന് അടിമയായി. പക്ഷേ മദ്യം കഴിക്കുമ്പോൾ അതിൻ്റെ മയക്കത്തിൽ ഞാൻ ഉറങ്ങും. പക്ഷേ ഇതിൻ്റെ ആസക്തി, മദ്യത്തിൻ്റെ ആ കണ്ടന്റ് എൻ്റെ ശരീരത്തിൽ പോയി കഴിയുമ്പോൾ ഞാൻ എണീക്കും. പക്ഷേ അത് എനിക്കൊരു മിത്രമായി, എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ എൻ്റെ ആർക്കും ഒരിക്കലും എനിക്കൊരു ഉറക്കം തരാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ എന്തു പറഞ്ഞാൽ, ഞാൻ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങളോളമായി ഞാൻ ശരിക്കും മദ്യപാനത്താലാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ അന്ന് വൈകിട്ട് ആ ശരീരത്തിൽ നിന്ന് എന്തോ അഴിഞ്ഞു പോയി ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഞാൻ വീട്ടിൽ ചെന്ന് ആഹാരം കഴിച്ചിട്ട് കയറി കിടന്നിട്ട് പിറ്റേ ദിവസം 7 മണിക്ക് ഞാൻ എണീറ്റ്. 7 മണിക്ക് ഞാൻ എണീറ്റിട്ട് ഞാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഭവനത്തിൽ. ഞാൻ രാവിലെ ഒരു രാത്രി മുഴുവൻ സുഖമായി. ഞാൻ അതുവരെ ഉറങ്ങാത്തൊരു പുള്ളി കൂടെ ഉണ്ടായിരുന്നല്ലോ, ഉറക്കാത്തൊരു പുള്ളി. തീർച്ചയായിട്ടും പിശാച് ആള് വിട്ടുമാറി ഫ്രീ ആയി. അതോടെ മദ്യപാനം നിന്നു. മദ്യപാനം നിന്നു ബ്രദറെ. ഞാൻ പറയാം, എൻ്റെ ശരീരത്തിൽ ഒട്ടും ഭാരമില്ല. എന്ന് വെച്ചാൽ ഞാൻ ഫ്രീ ആണ് ടോട്ടൽ. ഞാനന്ന് രാവിലെ അടുക്കള ചെല്ലുമ്പോൾ എൻ്റെ വൈഫിന് എന്തൊന്നില്ലാത്ത സന്തോഷം, എൻ്റെ അമ്മയ്ക്ക് സന്തോഷം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം, എല്ലാവരും ഒരു പുതിയൊരു ലോകത്തിൽ നിൽക്കുന്നവരെ എനിക്ക് തോന്നുന്നത്. ഞാൻ അടുക്കള ചെന്ന് ചോദിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഗ്ലാസ് ചായ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ അടുക്കളയിലൊന്നും ചെല്ലുന്നതല്ല. ചെന്ന് എന്നെ പറയണ ബ്രദറെ, സഹോദരി ജീവിത പങ്കാളി സ്നേഹത്തോട് ചായ എടുത്ത് കൊണ്ടുപോയി തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബൈബിൾ എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കണം, ഇതൊക്കെ ഇവർ പറയുന്ന സത്യമാണെങ്കിൽ ഇതൊന്ന് വായിക്കണം. അന്ന് ഞാൻ കല്യാണം കഴിച്ച് 2000 എനിക്ക് കല്യാണം കഴിച്ച് വരുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി എനിക്കൊരു 600 രൂപയുടെ നല്ലൊരു ബൈബിള് കൊണ്ടുപോയി തന്ന. അത് അലമാരിൽ ഭദ്രമായി ഞാൻ സൂക്ഷിച്ച. അത് അന്ന് ആ ദിവസം രാവിലെ അത് എടുത്തു തന്ന. ഇന്ന് ഞാനിപ്പോൾ അന്ന് രാവിലെ കുപ്പി കളഞ്ഞു, ബൈബിൾ എടുത്തു. ഇന്ന് 5 വർഷത്തോളമാണ് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഇന്നും ഞാൻ എവിടെ പോയാലും അത് വായിക്കുകയല്ല, ഞാൻ ഭക്ഷിക്കുകയോ ചെയ്യണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നെന്ന് ദൈവവചനം പറയുന്നു. അപ്പൊ അന്ന് മദ്യപാനം നിർത്തിയതാ. അതെ, പിന്നീട് ഒരിക്കലും ഞാൻ നിർത്തിയതാ, നിന്നുപോയി. മദ്യപാനം നമ്മളെ വിട്ടുപോയി. ഇപ്പൊ എത്ര വർഷമായി? ഇന്നിപ്പോ 5 വർഷം കഴിയണു. ആ ഒരു പ്രേരണ പോലും ഇല്ല ബ്രദറെ. ഞാൻ ഇന്ന് വരെ എൻ്റെ മുമ്പിൽ, ഞാൻ പറഞ്ഞില്ല ഞാൻ KCBയിൽ ജോലി ചെയ്യുന്നു, പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ ഒത്തിരി സാഹചര്യങ്ങൾ, മദ്യപാനത്തിന് മുമ്പിലും ഒത്തിരി സാഹചര്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു. ഒരിക്കലും ഇല്ല. കാരണം കൂടെ ഉണ്ടായിരുന്ന പൈശാചിക ശക്തി വിട്ടുമാറി. പ്രിയപ്പെട്ടവരെ, മദ്യപാനത്തിൻ്റെ ദുരാത്മാവ് മുട്ടുമടക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മുമ്പിൽ, യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും മദ്യപാനത്തിൻ്റെ പിടിയിലാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മുമ്പിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മാറാത്ത മദ്യപാനം യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കും. നിങ്ങൾക്ക് അത്ഭുത വിടുതലുണ്ട്. എന്തൊരു അത്ഭുതമാണ് യേശുക്രിസ്തു